ഹായ് കൂട്ടുകാരെ, സച്ചി രേവതിയുടെ മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛമ്മ കൊടുത്ത പണം സച്ചിക്ക് കൊടുക്കേണ്ടി വന്നതിൽ വളരെയധികം ദേഷ്യത്തിലായിരിക്കും ചന്ദ്രമതി. അതിന്റെ ദേഷ്യമെല്ലാം രേവതിയുടെ മേലാണ് ചന്ദ്രമതി തീർക്കുന്നത്. നിന്റെ രാശിയില്ലായ്മ കാരണമാണ് സച്ചിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയും നീ വന്ന് കയറുന്നിടം മുടിഞ്ഞു പോകുമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലൊന്നും ഒരു സാധനങ്ങളും ഉപയോഗിക്കാൻ സമ്മതിക്കാതെ അവളെ അവിടെ നിന്നും പുറത്താക്കുന്നുണ്ട് ചന്ദ്രമതി. രവീന്ദ്രൻ ചന്ദ്രമതിയെ അതിന് വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേട്ട ഭാവം നടിക്കാതെ വീണ്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിന്റെ രാശിയില്ലായ്മ കാരണമാണ് നിന്റെ അച്ഛൻ ഒരു വാഹനാപകടത്തിൽ മരിച്ചത്. ഇനി ആ ഗതി തന്നെയായിരിക്കും സച്ചിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോ വിഷമം സഹിക്കാനാകാതെ റൂമിൽ വന്ന് നെഞ്ചു പൊട്ടിക്കരയാണ് കേട്ടോ രേവതി. ശേഷം ഒരു ആശ്വാസത്തിനായി അച്ഛമ്മയെ വിളിക്കുന്നുണ്ട് രേവതി. ഫോൺ എടുത്ത് അച്ഛമ്മ രേവതിയുടെ കരച്ചിൽ കേട്ട് എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നെ കൊണ്ട് ഇവിടെ പറ്റില്ല അച്ഛമ്മേ, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോൾ അതി കരച്ചിൽ നിർത്തി കാര്യം പറയാന്നൊക്കെ പറയുമ്പോ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അച്ഛമ്മേ, ഈ വീട്ടിൽ വേണ്ടാത്ത ഒരാളാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോ അതിനിപ്പോ എന്താ സംഭവിച്ചത്, സച്ചിൻ എന്നെ വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛമ്മേ, സച്ചി ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുമ്പോ പിന്നെ ആരാ നിന്നെ കുറ്റപ്പെടുത്തിയത്, ചന്ദ്ര ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതേന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അച്ഛമ്മയോട് പറയുന്നുണ്ട് രേവതി. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മോള് വിഷമിക്കാതിരിക്കെ അച്ഛമ്മ വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല അച്ഛമ്മേ, അച്ഛമ്മ പറയും ഞാനൊരു മഹാലക്ഷ്മിയാണെന്ന്, പക്ഷെ അമ്മ പറയുന്നത് ഞാൻ രാശിയില്ലാത്തവളാണെന്നും ഞാൻ കാല് കുത്തുന്നിടം മുടിഞ്ഞു പോകും എന്നൊക്കെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇല്ല മോളെ, മോൾ അങ്ങനെയൊന്നും പറയാതെ, മോളാണ് ഞങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മി. കർപ്പൂരത്തിന്റെ വാസന കഴുതൊക്കെ മനസ്സിലാവില്ലല്ലോ, അതുപോലെയാണ് നിന്റെ അമ്മായിയമ്മ പറയുന്ന. അവള് വലിയ രാശിക്കാരിയല്ലേ, അവൾ കാല് കുത്തിയത് മുതൽ എന്റെ മോനെ പിരിച്ചു കൊണ്ടുപോയി. അങ്ങനെയുള്ള അവൾ പലതും പറഞ്ഞെന്നിരിക്കും. മോൾ അത് കേട്ട ഭാവം നടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. അങ്ങനെ രേവതിയെ ആശ്വസിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിൽക്കുകയാണ് അച്ഛമ്മ. പിന്നീട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് കയ്യിൽ ഒരു കവറുമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് സച്ചി. രവീന്ദ്രനെ കണ്ടപാടെ രേവതിയെ അന്വേഷിക്കുന്നുണ്ട്. സച്ചിയുടെ ശബ്ദം കേൾക്കുന്നതും വേഗം കണ്ണെല്ലാം തുടക്കുകയാണ് കേട്ടോ രേവതി. അവൾ റൂമിലുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നതും വേഗം തന്നെ ആ കവറുമായിട്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. സച്ചി ആ കവർ ബാക്കിലേക്ക് പിടിച്ചുകൊണ്ട് എന്റെ കയ്യിലുള്ളത് എന്താണെന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോ കയ്യിലെന്താ, കൈവിരൽ ഉണ്ടാവുമെന്നൊക്കെ രേവതി പറയുമ്പോ കൈവിരൽ മാത്രമല്ലടി കൈരേഖയുമുണ്ട് എടി, ഞാൻ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് എന്താണെന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോ അത് എനിക്ക് എങ്ങനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഒന്ന് ഗസ് ചെയ്ത് നോക്കെന്നൊക്കെ പറയുമ്പോ പൂവാണോ എന്ന് ചോദിക്കുന്നതും പൂ കെട്ടുന്ന നിനക്കെന്തിനാണ് ഞാൻ പൂ വാങ്ങിച്ചു കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. പിന്നെന്താ, ഭക്ഷണം ഉണ്ടാക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നുമല്ല, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതോന്നും പറഞ്ഞു ഒന്ന് ആലോചിച്ചുകൊണ്ട് എനിക്കിപ്പോ എന്താ ഇഷ്ടമെന്ന് എനിക്ക് തന്നെ അറിയില്ല, അപ്പൊ പിന്നെ നിങ്ങൾക്കതെങ്ങനെ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോ അതൊക്കെയുണ്ട്, ആദ്യം കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് നിൽക്കെന്ന് പറയുന്നുണ്ട് സച്ചി. അവൾ അങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോ സച്ചി ആ കവർ എടുത്ത് രേവതിയുടെ മൂക്കിനടുത്തേക്ക് പിടിച്ചുകൊണ്ട് ഇതൊന്ന് വാസനിച്ച് നോക്കേ, അപ്പോൾ മനസ്സിലാകുമെന്നൊക്കെ പറയുമ്പോ രേവതി സന്തോഷത്തോടെ നൊങ്കോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ രേവതിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പനനൊങ്കായിരിക്കൂട്ടോ. നാട്ടിലായപ്പോൾ നീ ഇത് ആവേശത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോയേ എനിക്ക് മനസ്സിലായതാണ് നിനക്കിത് ഒത്തിരി ഇഷ്ടമുള്ളതാണെന്ന്. അവിടെ വെച്ച് കുറച്ചുകൂടി വാങ്ങിച്ചു തരണമെന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോഴല്ലേ ഓരോരോ പ്രശ്നങ്ങളെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അതെടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റമൊക്കെ രേവതിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. തുടർന്ന് രേവതിയെയും കൂട്ടി ഹാളിലിരിക്കുന്ന അച്ഛന്റെ അരികിലേക്ക് വരുന്നുണ്ട് സച്ചി. ശേഷം അതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കയ്യിലേക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ നാട്ടിലായപ്പോഴുണ്ടല്ലോ ഒരു ദിവസം ഇവൾ ഇത് 10-15 എണ്ണമെങ്കിലും കഴിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവൾക്കത്, അതാണ് ഞാനത് കണ്ടപാടെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ സച്ചി പറയുമ്പോ ചന്ദ്രമതി ദേഷ്യത്തോടെ രേവതിയെ തന്നെ നോക്കുകയാണ്. സച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇന്ന് കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പോഴായിരിക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കാണുന്നത്. സച്ചി അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ വേഗം തന്നെ കണ്ണ് തുടച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് പറയുകയാണ് രേവതി. അങ്ങനെ ഒന്നുമില്ലാതിരിക്കാൻ വഴിയില്ലല്ലോ, കണ്ണൊക്കെ ആകെ ചുവന്ന് തടിച്ചിട്ടുണ്ട്, കരഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ രേവതി സച്ചിയെ ഒന്ന് നോക്കിയിട്ട് ചന്ദ്രമതിയെ നോക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ സച്ചി ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് ഇങ്ങനെ പേടിയോടെ നിൽക്കായിരിക്കും. രേവതി ചന്ദ്രമതിയെ നോക്കുന്നത് കണ്ടേ സച്ചി അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് എന്താ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോ
ഏയ് അങ്ങനെയൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണിൽ മുളക് വീണതാണെന്നൊക്കെ രേവതി പറയുന്നതും അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ചന്ദ്രമതിക്കാണെങ്കിൽ രേവതി തന്നെ ഒറ്റിക്കൊടുക്കാത്തതിൽ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. സച്ചിയാണെങ്കിൽ എന്നിട്ട് നീ കഴുകിയിട്ടില്ലേ? നീറ്റൽ ഇപ്പോഴും മാറിയിട്ടില്ലേ? കണ്ണൊക്കെ ഇപ്പോഴും നിറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കണ്ണു തുറന്ന് അതിൽ കുറച്ചു നേരം പിടിച്ചു നിന്നാൽ മതി, പോയിക്കോളും. പണ്ട് അച്ഛമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഇനി ഞാൻ പോയിക്കോട്ടെ, ഒരു സവാരിയുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നെ ഓർത്തു, അതുകൊണ്ട് വേഗം വാങ്ങിച്ചിട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോകുന്നുണ്ട്. തുടർന്ന് രേവതി അതുമായിട്ട് കിച്ചണിലേക്ക് പോകുന്നതും ഇവിടെ വാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ. പോയെങ്കിലും രേവതി മോളുടെ മനസ്സിന് നിനക്ക് മനസ്സിലായോ? നീ പറഞ്ഞതെല്ലാം അവൾ സച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഈ വീട് രണ്ടാക്കി വെച്ചേനെ. ഇനിയെങ്കിലും രേവതിയുടെ ഗുണം നീ ഒന്ന് മനസ്സിലാക്കേ. കണ്ണിൽ മുളക് പൊടി വീണതാണെന്ന് അവൾ സച്ചിയോട് പറഞ്ഞത്. പണവും സമ്പാദ്യവുമേ അവൾക്കില്ലാത്തതുള്ളൂ, നല്ലൊരു മനസ്സുണ്ട്. അങ്ങനെയുള്ള അവളെ നീ ഇനിയും വിഷമിപ്പിച്ചാൽ അത് നിനക്ക് തന്നെ എന്തെങ്കിലും തിരിച്ചടിയായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രമതിയെ. അത് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുമ്പോ എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ ഇതങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എനിക്ക് ശേഷം ശ്രുതിക്കാണ് ഈ വീട്ടിൽ എല്ലാ അധികാരവും വേണ്ടത്. ഇവളുടെ ഭരണം ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല. അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രമതി. ശേഷം രവീന്ദ്രൻ രേവതിയുടെ അടുത്തേക്ക് ചെന്നേ, മോളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. അവൾ പറഞ്ഞതൊന്നും മോൾ കണക്കിലെടുക്കാതെ. അവളുടെ സ്വഭാവം അങ്ങനെയാ, അത് മാറ്റിയെടുക്കാനൊന്നും ഇനി നമ്മളെ കൊണ്ടാവില്ല. പക്ഷേ സച്ചിയെ കുറിച്ചാണ് മോൾ ഇനി ആലോചിക്കേണ്ടത്. മോളുടെ കണ്ണ് നിറഞ്ഞത് പോലും ഇന്നവൻ ശ്രദ്ധിച്ചു. അവന് മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സംഭവത്തോടു കൂടി എനിക്ക് ഉറപ്പായി, ഏതൊരു വിഷമഘട്ടത്തിലും അവനുണ്ടാവും മോളുടെ കൂടെ. അതുകൊണ്ട് തന്നെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പോകുന്നുണ്ട് രവീന്ദ്രൻ. പിന്നീട് അങ്ങനെ പുലർച്ചെ കോലം വരയ്ക്കാൻ തുടങ്ങുകയാണ് രേവതി. അതേസമയം തന്നെ ഒരു ഓട്ടോയിൽ അച്ഛമ്മ വന്നിറങ്ങുന്നുണ്ട്. അച്ഛമ്മയെ കാണുന്നതും വളരെയധികം സന്തോഷത്തോടെ അച്ഛമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് അവള്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മേ, അച്ഛമ്മ പെട്ടെന്ന് എന്താ ഒരു വരവ്? നേരത്തെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ, നീ ഫോൺ വിളിച്ച് വെച്ചതിൽ പിന്നെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടിയിട്ടില്ല മോളെ. എനിക്കറിയാം ചന്ദ്ര നിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. അവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി അച്ഛമ്മ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നില്ലേ? അച്ഛമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടായില്ലേ? വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോ, എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളെ? നീയാണ് ഇവിടുത്തെ മരുമകള്, നീ ഇവിടെ മഹാലക്ഷ്മിയെ പോലെ വാഴണം. നിനക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങി പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ അകത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ട് അച്ഛമ്മയെ കാണുന്നതും സന്തോഷത്തോടെ അച്ഛമ്മയുടെ അരികിലേക്ക് ഓടി വരുന്നുണ്ട് സച്ചിയും. സച്ചിയോട് കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് വിഷമത്തോടെ കാര്യങ്ങൾ പറയുന്നതും, നീ വിഷമിക്കാതെ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെയും ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛമ്മ. തുടർന്ന് അച്ഛമ്മയുടെ ബാഗും സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ് സച്ചിയും രേവതിയും കൂടിയിട്ട്. രവീന്ദ്രനാണെങ്കിലും എണീറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. കല്യാണത്തിന് മുമ്പേ ഞാൻ അവിടേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നല്ലോ, എന്തിനാ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോ, കല്യാണത്തിന് മുമ്പേ എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോ കാര്യം മനസ്സിലാകാതെ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രമതി. എന്താ ചന്ദ്ര ചത്തതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ, അതൊന്നുമില്ല അമ്മേ, അമ്മ വരുമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ തപ്പി തടയുമ്പോ, അതെന്താ എന്റെ മോനെ കാണാൻ പറഞ്ഞിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് കല്യാണക്കാരും എവിടെ വരെയായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. തുടർന്ന് രേവതി അച്ഛമ്മയ്ക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ, കണ്ടില്ലേ ചന്ദ്രേ, വീട്ടിലേക്ക് വന്ന ഒരാളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നിന്റെ മരുമകൾക്ക് നന്നായിട്ട് അറിയാം. നീയാണ് ഇതെല്ലാം ചെയ്യേണ്ടതും അവൾക്കത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടതും. പക്ഷെ അവൾ അത് സ്വയം ചെയ്യുന്നു. നീ അവളെ കണ്ട് പഠിക്കെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛമ്മ. അത് ശരിയാണ്, ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നല്ല മരുമകളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അച്ഛമ്മയുടെ കയ്യിൽ നിന്നും നീ വാങ്ങിച്ചെടുത്തു. ഇത്ര വർഷമായിട്ടും അമ്മയെ കൊണ്ട് പറ്റാത്തത് നീ കുറഞ്ഞ ദിവസം കൊണ്ട് സാധിച്ചെടുത്തു. അതിന് നിന്നെ സമ്മതിച്ച് തന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പ്രശംസിക്കുന്നുണ്ട് സച്ചി. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ടതല്ല, സ്വയമേ തോന്നി ചെയ്യേണ്ടതാണ്. അതൊക്കെ രേവതി മോൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ നീ ഭാഗ്യമുള്ളവനാണ്, എന്നെ പോലെ ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചിരിക്കുമ്പോ രവീന്ദ്രനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് ചന്ദ്രമതി. തുടർന്ന് അച്ഛമ്മ രവീന്ദ്രനോടായിട്ട്, ഈ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. സച്ചിയുടെയും രേവതിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഇവർക്ക് ചെയ്യേണ്ട ചടങ്ങൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ, എന്ത് ചടങ്ങെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ആല് പിരിച്ച് കെട്ടണ്ടേന്നൊക്കെ ചോദിക്കുമ്പോ, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് രവീന്ദ്രൻ പറയുന്നതും, അച്ഛാ ഞാൻ കെട്ടിയപ്പോയെ 3 വട്ടം നല്ലോണം മുറുക്കി കെട്ടിയിട്ടുണ്ട്, അത് ഇനിയും കഴിച്ച് കെട്ടണോന്ന് ചോദിക്കുന്നുണ്ട് സച്ചി.
അതല്ലടാ, താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റണം. ഇത്രയും കാലം മഞ്ഞ ചരടിലല്ലേ കെട്ടിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോ ഓ അതാണോ എന്ന് ചോദിക്കും. ഈ ആഴ്ച തന്നെ അത് നടത്തണമെന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇപ്പൊ തന്നെ എന്തിനാ ചെയ്യുന്നത്? സുധിയുടെ കല്യാണമല്ലേ വരാൻ പോകുന്നത്, അത് കഴിഞ്ഞ് നടത്തിയാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ ചെയ്താൽ പോരെന്ന് രവീന്ദ്രനും ചോദിക്കാനൊരുങ്ങുമ്പോ അതൊന്നും പറ്റില്ല. ഇവരുടെ കല്യാണം ജാതകം പോലും നോക്കാതെയാണ് നടന്നിട്ടുള്ളത്. ഞാൻ നമ്മുടെ നാട്ടിലെ ജോത്സ്യനെ കണ്ട് സച്ചിയുടെ ജാതകമെല്ലാം വിശദമായിട്ട് നോക്കിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ആഴ്ച തന്നെ ഇവരുടെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്തണമെന്ന് തന്നെ തീർത്തു പറയുകയാണ് കേട്ടോ അച്ഛമ്മ. അത് മാത്രമല്ല, ഇവരുടെ മുടങ്ങിപ്പോയ ശാന്തി മുഹൂർത്തം കൂടി നടത്തണമെന്ന് കൂടി പറയുമ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ രേവതിയെ നോക്കുന്നതും ഒരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന രേവതിയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.